هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا الله هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا الله ടിവിയിൽ കണ്ട സാധനം ബുക്കിൽ ഉണ്ടാ എവിടെ എന്താ സാധനം ഉറബുൻ എന്താണ് എത്ര ഉറബുണ്ട് ബുക്കില് 3 ഏതൊക്കെയാണ് ബുക്കിലുള്ള ഉറബ് എന്തൊക്കെ കളറാണ് വയലറ്റും ചുവപ്പും കടും ബ്ലൂ ആയിക്കോട്ടെ അപ്പൊ 3 എന്തുണ്ടെന്നാ പറയണ്ടേ ഉറബുൻ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഉറബ് ഉണ്ടാക്കുവോ ആരൊക്കെ ഉണ്ടാക്കും ഉറബ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെ ഉറബ് ഉണ്ടാക്കും നിങ്ങൾക്ക് ഉറബ് വേണോ എന്നിട്ട് ഉറബൊക്കെ ഇട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുവോ നല്ല എക്സി ലുക്കിൽ നല്ല ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹു നല്ല കുട്ടികളാക്കട്ടെ അപ്പൊ ഉറബ് എന്താ നമ്മള് പഠിച്ച സാധനത്തിന്റെ പേര് അതിന് ഇംഗ്ലീഷ് പറയല് തൈ അല്ലേ ആയിക്കോട്ടെ അപ്പൊ ഉറബാണ് ഉറബ് അതില് നമ്മൾ പഠിച്ച അക്ഷരാണോ ഫസ്റ്റത്തെ അക്ഷരം അല്ലേ ഫസ്റ്റത്തെ അക്ഷരം ഏതാണ് ഊ അല്ല അക്ഷരം അലീഫ് ഏതാണ് അലീഫ് അവ നമ്മൾ പഠിച്ച അക്ഷരാണോ അല്ലേ ഏത് പാഠത്തില് അദബില് പഠിച്ചു പിന്നെ ഇബറിലും പഠിച്ചു അല്ലേ 2 പാഠത്തിൽ നമ്മള് അപ്പൊ 2 പാഠത്തിൽ നമ്മൾ എന്തായിട്ടുണ്ട് ഏത് പഠിച്ചു അലീഫ് പഠിച്ചില്ലേ ഈ 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതന്നെയാണ് അലിഫ് തന്നെയാണ് ഏതന്നെയാണ് അലിഫ് തന്നെയാണ് പക്ഷെ 1ാമത്തെ അദബ് എന്നുള്ള പാഠത്തില് അലിഫിന്റെ മേലെ ഒരു സാധനം ഉണ്ട് അതിന്റെ പേരെന്തേനി ഫത്തിഹ ആയിരുന്നു എന്നാൽ 2ാമത്തെ പാഠം ഇബർ എന്നുള്ള പാഠത്തില് അലിഫിന്റെ താഴത്തിന് ഒരു സാധനം ഉണ്ട് അതിന്റെ പേരെന്തേനി എന്നാ 3ാമത്തെ പാഠത്തില് ഉറബ് എന്നുള്ള പാഠത്തില് അലിഫിന്റെ മേലെ ഒരു സാധനം ഉണ്ട് അതിന്റെ പേരെന്താ ലമ്മ് എന്താണ് എന്താ സാധനത്തിന്റെ പേര് ലമ്മ് അപ്പൊ നമ്മള് അലിഫ് പഠിച്ചു ഫത്ഹ് പഠിച്ചു കസ്ർ പഠിച്ചു ലമ്മും പഠിച്ചു ഇല്ലേ പഠിച്ചില്ലേ അതാണ് ഈ പാഠത്ത് കൂടെ നമ്മൾ പഠിച്ച സാധനം കേട്ടോ അപ്പൊ നമ്മളെ ഈ പാഠത്തിന്റെ പേര് എന്ന് എല്ലാരും പറഞ്ഞാണ് ഉറബുൻ പറഞ്ഞ ഉറബുൻ എന്താണ് പേര് ഉറബുൻ هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا الله هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا الله